നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 26ാമത്തെ കഥ ജീമൂതവാഹനൻ. അനന്തരം വേതാളം വേറൊരു കഥ പറഞ്ഞു തുടങ്ങി. ഹിമാലയത്തിലെ മലയപർവ്വത സാനുവിൽ ഒരു ഗന്ധർവ നഗരത്തിലെ രാജാവായിരുന്നു ജീമൂതകേതു. വളരെ കാലം പുത്രന്മാരില്ലാതിരുന്ന അദ്ദേഹത്തിന് കൽപ്പവൃക്ഷത്തെ ആരാധിച്ച് പ്രീതിപ്പെടുത്തിയതിൻ്റെ ഫലമായി ജീമൂതവാഹനൻ എന്നൊരു പുത്രനുണ്ടായി. ബാല്യം മുതൽ പരമഭക്തനായിരുന്നു കുമാരൻ. പുരുഷപ്രായമെത്തിയതോടുകൂടി കൽപ്പവൃക്ഷോപാസകനായി തീർന്നു. അതിൽ സന്തുഷ്ടിയടഞ്ഞ കൽപ്പവൃക്ഷം അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടവരം ആവശ്യപ്പെട്ടുകൊള്ളാൻ അനുമതി നൽകി. ജീമൂതവാഹനൻ തൻ്റെ രാജ്യത്തിൽ പ്രജകൾ ഉച്ചനീചത്വ ഭേദമില്ലാതെ സർവ്വവിധ സുഖസമൃദ്ധിയോടും കൂടി ജീവിക്കുവാനുള്ള വരമാണ് ആവശ്യപ്പെട്ടു വാങ്ങിയത്. വരഫലമായി ചുരുങ്ങിയ കാലം കൊണ്ട് പ്രജകൾ ഒന്നടങ്കം മഹാസമ്പന്നരും സുഖഭോഗികളുമായി തീർന്നു. അവർ ധർമ്മവും നീതിയും വെടിഞ്ഞ് സുഖലോലുപതയിൽ മുങ്ങി മറിയാൻ തുടങ്ങി. നാട്ടിലെങ്ങും അരാജകത്വവും ആഭ്യന്തര സമരവും കൊടുകുത്തി വിളയാടി. രാജാജ്ഞയ്ക്കോ ധർമ്മശാസനങ്ങൾക്കോ യാതൊരു വിലയുമില്ലാതായി. ഒടുവിൽ രാജാവിനെയും കുടുംബാംഗങ്ങളെയും ബന്ധനസ്ഥരാക്കി വധിക്കാൻ തന്നെ വിപ്ലവകാരികൾ നിശ്ചയിച്ചുറച്ച് അവർ കൊട്ടാരം വളഞ്ഞു. തങ്ങൾ എത്ര വലിയ വിപത്തിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ രാജാവ് സംഭ്രാന്തനായി സ്വപുത്രനെ അരികിൽ വിളിച്ചു പറഞ്ഞു, "മകനെ, നമ്മുടെ പ്രജകൾ ഒരു ആഭ്യന്തര വിപ്ലവത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മെ എല്ലാം ബന്ധനസ്ഥരാക്കി വധിച്ച് രാജ്യം പിടിച്ചടക്കാനാണ് അവരുടെ നിശ്ചയം. ഈ ഘട്ടത്തിൽ നാം എന്തു ചെയ്യും?" ജീമൂതവാഹനൻ സ്വതസിദ്ധമായ ആത്മധൈര്യത്തോടുകൂടി പ്രതിവചിച്ചു, "അവിടുന്ന് സമാധാന ചിത്തനായിരിക്കണേ. അവിടുത്തെ അനുവാദമുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോയി ശത്രുക്കൾ ഒന്നടങ്കം അമർച്ച ചെയ്യാം." രാജാവ് മറുപടി പറഞ്ഞു, "കുമാര, പ്രജാപരിരക്ഷണത്തിന് കടപ്പെട്ട രാജാവ് തന്നെ പ്രജാധ്വംസനത്തിന് മുതിരുകയോ? സുഖഭോഗങ്ങളെല്ലാം വിനാശകരവും ക്ഷണഭംഗുരവുമല്ലേ?" കുമാരൻ പ്രതിവചിച്ചു, "അങ്ങനെയാണെങ്കിൽ നമുക്ക് രാജ്യഭാരം നമ്മുടെ ബന്ധുജനങ്ങളെ ഏൽപ്പിച്ച ശേഷം മലയപർവ്വതത്തിൻ്റെ ഉത്തുംഗ ശൃംഗം ആരോഹണം ചെയ്ത് ശിഷ്ടായുസ് തപോവൃത്തിയിൽ ചെലവഴിക്കാം." ഈ നിർദ്ദേശം വൃദ്ധനായ രാജാവിന് ഏറ്റവും സ്വീകാര്യമായി തോന്നി. അതനുസരിച്ച് രാജ്യഭാരം ഉറ്റ ബന്ധുക്കളെ ഏൽപ്പിച്ച് അദ്ദേഹം സ്വപുത്രനോടൊന്നിച്ച് മലയാചല ശൃംഗത്തിലെത്തി ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ താമസിക്കുകയും ചെയ്തു. ഒരു ദിവസം രാജകുമാരൻ പർവ്വതപ്രദേശത്ത് വിനോദാർത്ഥം ചുറ്റി നടക്കുകയായിരുന്നു. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു ദേവീക്ഷേത്രം കണ്ടു. ക്ഷേത്രത്തിനുള്ളിൽ വിഗ്രഹത്തിന് മുമ്പിലായി ഒരു രാജകുമാരി തൻ്റെ സഖിയോടൊന്നിച്ച് ഭക്തി നിർഭരവും മധുരവുമായ സ്വരത്തിൽ ദേവീസ്തോത്രങ്ങൾ ആലപിക്കുകയായിരുന്നു. ജീമൂതവാഹനൻ്റെയും കുമാരിയുടെയും കണ്ണുകൾ ഇടഞ്ഞു. പ്രഥമ ദർശനത്തിൽ തന്നെ അവരിരുവരും പരസ്പര അനുരക്തരായി തീരുകയും ചെയ്തു. പക്ഷേ രാജകുമാരി സ്ത്രീ സഹജമായ ലജ്ജയാൽ സ്വവികാരങ്ങൾ പണിപ്പെട്ട് നിയന്ത്രിച്ചുകൊണ്ട് സഖിയോടൊന്നിച്ച് അവിടെ നിന്ന് നടന്ന് അല്പസമയത്തിനുള്ളിൽ അപ്രത്യക്ഷയാവുകയാണ് ചെയ്തത്. ജീമൂതവാഹനൻ കുമാരി മറയുന്നതുവരെ അവളെ തന്നെ നിർനിമേഷനായി നോക്കി നിന്ന ശേഷം മ്ലാനവദനായി ആശ്രമത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അന്ന് രാത്രി അവരിരുവരെയും നിദ്രാദേവി കടാക്ഷിച്ചില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ കുമാരി പതിവ് പോലെ ദേവീക്ഷേത്രത്തിലെത്തി. അതിനു മുമ്പ് തന്നെ ജീമൂതവാഹനൻ അവിടെ എത്തിച്ചേർന്നിരുന്നു. അയാൾ രഹസ്യമായി കുമാരിയുടെ സഖിയെ അരികിൽ വിളിച്ചു ചോദിച്ചു, "ഭവതിയുടെ സഖി ആരാണെന്ന് അറിയുന്നതിൽ വിരോധമില്ലെങ്കിൽ?" "ചോദിക്കുന്നത് അപമര്യാദയാണെന്ന് എനിക്കറിയാം, ക്ഷമിക്കണം." "അയ്യോ, അതിനെന്താ? കുമാരി മലയകേതു രാജാവിൻ്റെ പുത്രിയാണ്. മലയവതി എന്നാണ് പേര്. ഇനിയും വിവാഹമായിട്ടില്ല. ഞാൻ കുമാരിയുടെ സഖി മാത്രം." നയജ്ഞയും ബുദ്ധിശാലിനിയുമായ സഖി അടുത്തു വരാവുന്ന ചോദ്യങ്ങൾക്ക് കൂടി മുൻകൂട്ടി മറുപടി പറഞ്ഞു. അതിനുശേഷം അവൾ തുടർന്നു, "ഇനി മാരദേവ സദൃശം സുന്ദരനായ ഭവാൻ ആരെന്ന് ഞങ്ങൾ കൂടി അറിഞ്ഞുകൊള്ളട്ടെ. അങ്ങയുടെ പേരെന്ത്? എവിടെ നിന്ന് വരുന്നു?" ജീമൂതവാഹനൻ തന്നെ സംബന്ധിച്ചുള്ള ചരിത്രത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മുഴുവൻ അവളെ ധരിപ്പിച്ചു. ആ വസ്തുതകളൊന്നും മറയ്ക്കാതെ അവൾ രാജകുമാരിയെ അറിയിക്കുകയും ചെയ്തു. കുമാരൻ്റെ നിർഭാഗ്യാവസ്ഥയെപ്പറ്റി അറിഞ്ഞ് കുമാരി അതിരറ്റ് പരിതപിച്ചു. മകളുടെ സഖിയിൽ നിന്നും കുമാരിയുടെ അസ്വാസ്ഥ്യത്തിൻ്റെ യഥാർത്ഥ ഹേതു എന്തെന്ന് ഗ്രഹിച്ച മലയകേതു സ്വപുത്രനായ മിത്രാവസുവിനെ അരികിൽ വിളിച്ച്
മലയാചലത്തിൽ ആശ്രമം കെട്ടി താമസിക്കുന്ന താപസന്റെയും പുത്രൻ്റെയും പൂർണ്ണ വിവരങ്ങൾ അറിഞ്ഞുവരാൻ നിയോഗിച്ചു. അതനുസരിച്ച് മിത്രാവസു ആശ്രമത്തിലേക്ക് പോയി അതിലെ അന്തേവാസികളുടെ മുഴുവൻ വിവരങ്ങളും ഗ്രഹിച്ച് മടങ്ങിയെത്തി. അല്ലയോ പിതാവേ, കുമാരൻ പറഞ്ഞു, ഗന്ധർവ രാജാവായിരുന്ന ജീമൂതകേതുവും അദ്ദേഹത്തിൻ്റെ പുത്രനായ ജീമൂതവാഹനനും പ്രജാവിപ്ലവം ഹേതുവായി രാജ്യഭരണം ഉപേക്ഷിച്ച് മലയാചലത്തിൽ ആശ്രമം കെട്ടി താമസിക്കുകയാണ്. രാജ്യഭാരം ഉപേക്ഷിച്ചെന്നല്ലാതെ അവർക്കിപ്പോഴും യാതൊരു അല്ലലുമില്ല. പിതാവാണെങ്കിൽ പരമസാത്വികനായ ഒരു താപസനായി മാറിയിരിക്കുന്നു. പുത്രനാകട്ടെ രാജോചിതമായ സർവഗുണങ്ങളും തികഞ്ഞ മാരോപനായ ഒരു യുവാവ്. ശരി, ഉണ്ണി ഒരു കാര്യം ചെയ്യുക. ഉടൻ പരിവാരസമേതം പ്രസ്തുത ആശ്രമത്തിലേക്ക് പോയി ജീമൂതവാഹനെ നമ്മുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. പിതുർ ആജ്ഞ അനുസരിച്ച് രാജകുമാരൻ ജീമൂതകേതുവിൻ്റെ ആശ്രമത്തിലെത്തി ജീമൂതവാഹനനെ കൂട്ടിക്കൊണ്ടുവന്നു. കുമാരൻ്റെ ആകാരസുഷമയും കുലീനതയും വിനയാന്വിതമായ പെരുമാറ്റവും രാജാവിനെ ഘടാൽ ആകർഷിച്ചു. അടുത്തൊരു ശുഭമുഹൂർത്തത്തിൽ ജീമൂതവാഹനനും മലയവതിയും തമ്മിലുള്ള വിവാഹം വിധിപ്രകാരം നടക്കുകയും ചെയ്തു. വിവാഹാനന്തരം ജീമൂതവാഹനൻ മലയവതി, മിത്രാവസു എന്നിവരോടുകൂടി ജീമൂതകേതുവിൻ്റെ ആശ്രമത്തിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ ജീമൂതവാഹനൻ മലയപർവ്വത പ്രാന്തത്തിൽ ഒരു വിനോദയാത്ര നടത്തി. കുറേ ദൂരം നടന്നപ്പോൾ അടുത്തൊരു വെളുത്ത നിറത്തിലുള്ള ഏതോ വസ്തു കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് ജീമൂതവാഹനൻ മിത്രാവസുവിനോട് ചോദിച്ചു, അല്ലയോ മച്ചുന, എന്താണത്? വളരെ ഉയരത്തിൽ കൂന പോലെ കൂട്ടിയിരിക്കുന്നു. ഒരു അസ്ഥികൂമ്പാരമാണെന്ന് തോന്നുന്നല്ലോ. അതെ, അസ്ഥികൂമ്പാരം തന്നെ, മിത്രാവസു പ്രതിവചിച്ചു. പാതാള ലോകത്തിൽ നിന്ന് പക്ഷിരാജാവായ ഗരുഡൻ ദിവസവും ഈ പ്രദേശത്തേക്ക് വരും. അവൻ ഭക്ഷിച്ചു തള്ളിക്കളയുന്ന സർപ്പങ്ങളുടെ അസ്ഥികളാണ് അങ്ങനെ കൂന കൂട്ടി കിടക്കുന്നത്. ഇത് കേട്ട് ജീമൂതവാഹനൻ പറഞ്ഞു, നിങ്ങൾ ഉടൻ തന്നെ വീട്ടിലേക്ക് മടങ്ങി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചു കൊള്ളുക. ഈ സമയം ഞാൻ ദിവസവും പ്രാർത്ഥനയിൽ ഏർപ്പെടുകയാണ് പതിവ്. അത് ഏറെ സമയം എടുക്കുകയും ചെയ്യും. മിത്രാവസുവിനെ ഭവനത്തിലേക്ക് മടക്കി അയച്ച ശേഷം ജീമൂതവാഹനൻ പിന്നെയും മുന്നോട്ട് നടന്നു. നടന്ന് ക്ഷീണിച്ച അദ്ദേഹം ഒരു പേരാലിൻ്റെ തണലിലിരുന്ന് വിശ്രമിച്ചു. ഇടയ്ക്ക് എവിടെ നിന്നോ ഒരു ആർത്തനാദം കേട്ടു. ഒടുവിൽ മനസ്സിലായി പേരാലിൻ്റെ മറുവശത്തുള്ള പോടിൽ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നതെന്ന്. അദ്ദേഹം ചടുതിയിൽ അങ്ങോട്ട് ചെന്ന് നോക്കി. അവിടെ ഒരു പെൺസർപ്പം പരമദാരുണമായ വിധം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഉടൻ സങ്കടത്തിൻ്റെ കാരണം ചോദിച്ചു. പെൺസർപ്പം പൂർവാധികം ശക്തിയായി കരഞ്ഞുകൊണ്ട് അറിയിച്ചു, പ്രഭു, കുറേ നാൾക്ക് മുമ്പ് പാതാള ലോകത്തു നിന്നും ഗരുഡൻ ഇവിടെ വന്ന് ഞങ്ങളുടെ വംശത്തിൽപ്പെട്ടവരെ 100 കണക്കിന് കൊന്നു തിന്നുക പതിവായിരുന്നു. ഇങ്ങനെ പോയാൽ വംശവിച്ഛേദം തന്നെ വന്നു പോകുമെന്ന് കണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാലോചന നടത്തി. ഗരുഡരാജാവിന് ദിവസം തോറും ഓരോ സർപ്പത്തിന് നൽകിക്കൊള്ളാമെന്നും അതല്ലാതെ ഒരു സർപ്പത്തെയും അദ്ദേഹം കൊന്നു തിന്നരുതെന്നും കരാർ ചെയ്തു. അതനുസരിച്ച് ഇന്ന് ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഭക്ഷണത്തിനുള്ള സർപ്പത്തിനെ എത്തിച്ചു കൊടുക്കേണ്ടത്. എനിക്കാണെങ്കിൽ ഭർത്താവില്ല, ഒരു ആൺസന്താനം മാത്രമേയുള്ളൂ. അവനെ അയച്ചു കഴിഞ്ഞാൽ എൻ്റെ നില എന്താകും? അയക്കാതിരുന്നാൽ ഗരുഡൻ ഇങ്ങോട്ട് പാഞ്ഞെത്തി ഞങ്ങളുടെ വംശവിച്ഛേദം വരുത്തുകയും ചെയ്യും. അഗതിയായ ഞാൻ എന്തു ചെയ്യും? അതോർത്താണ് ഞാൻ കരയുന്നത്. ജീമൂതവാഹനൻ പെൺസർപ്പത്തിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ ഒന്നുകൊണ്ട് വിഷാദിക്കാതിരിക്കണേ. ഭവതിയുടെ പുത്രൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ ബലി കഴിച്ചുകൊള്ളാം. ഇതാ ഉടൻ തന്നെ ഞാൻ ഗരുഡരാജൻ്റെ സമീപത്തേക്ക് പോവുകയാണ്. അദ്ദേഹം എന്നെ കൊന്നു തിന്ന് യഥേഷ്ടം പശിയടക്കട്ടെ. അയ്യോ, അതൊരിക്കലും സമ്മതിക്കുകയില്ല. അവിടുന്ന് നവയൗവനം തികഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദര യുവാവ്. എൻ്റെ മകൻ്റെ ജീവൻ ഒരു ദിവസം നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി അങ്ങയുടെ വിലയേറിയ ജീവൻ പക്ഷിരാജൻ്റെ മുന്നിൽ ആഹുതി ചെയ്യുക, അതൊരിക്കലും അനുവദിക്കുകയില്ല. അവർ ഇത്രയും പറഞ്ഞു തീരുന്നതിനുള്ളിൽ പർവ്വതദേശത്തു നിന്നും പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന മിത്രവാസു ആ രംഗത്ത് വന്നു ചേർന്നു. ജീമൂതവാഹനനും സർപ്പമാതാവും തമ്മിലുള്ള സംഭാഷണം മുഴുവൻ കേട്ടുനിന്ന അവൻ നേരെ അവരുടെ മുമ്പിലെത്തി ധീരസ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇരുവരും ക്ലേശിക്കേണ്ട കാര്യമില്ല. ഇന്ന് ഞാനാണ് അവന് ജീവബലി നൽകാൻ പോകുന്നത്. അല്ലയോ മച്ചുന, കാൽക്കാശിന് വിലയില്ലാത്ത
തുച്ഛ നരകീടങ്ങൾ പ്രതിദിനം 100 കണക്കിന് ചത്തൊടുങ്ങുന്നു. പക്ഷേ ഭൂതതയും അർപ്പണ മനോഭാവവും മനുഷ്യാകാരം പൂണ്ട അങ്ങയെപ്പോലുള്ള ത്യാഗവര്യന്മാർ എത്രയോ അപൂർവം. ഈ നിസാര കാര്യത്തിനു വേണ്ടി അങ്ങയുടെ വിലയേറിയ ജീവൻ അർപ്പണം ചെയ്യരുത്. നിസാരനായ ഞാൻ ജീവിച്ചിരിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നത് പ്രപഞ്ച സംവിധാനത്തിൽ ഒരു പ്രശ്നമേ അല്ല. അങ്ങ് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആയിരക്കണക്കിന് സമസൃഷ്ടികൾ മോചനം ചെയ്യപ്പെടും. എന്നെക്കൊണ്ട് ആർക്കും ഒരു പ്രത്യേക ഗുണവും ഉണ്ടാവാനില്ല. ഇത് കേട്ട് ജീമൂതവാഹനൻ ഗൗരവസ്വരത്തിൽ പ്രതിവചിച്ചു. വാക്കു മാറി പറയുക, പ്രവർത്തിക്കുക, ഇവ രണ്ടും ധർമ്മശാസ്ത്രാനുസരണം ജീവിക്കുന്നവർക്ക് ചേർന്നതല്ല. നിങ്ങൾ വന്നിടത്തേക്ക് തന്നെ മടങ്ങിപ്പോവുക. പിന്നീട് അവിടെ നിന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് കണ്ട മിത്രവസു ഇടറുന്ന പാദങ്ങളോടുകൂടി ദേവിയെ ആശ്രയിക്കാമെന്ന് കരുതി നേരെ ക്ഷേത്രത്തിലേക്ക് നടന്നു. ഇതിനകം ഗരുഡൻ ഒരു കൂറ്റൻ ദേവവിമാനം ആകാശം തുളച്ചിറങ്ങുന്നതുപോലെ 8 ദിക്കും പൊട്ടുമാറുള്ള ചംകൃതിയോടുകൂടി ഭൂമിയിൽ വന്നിറങ്ങി. തൻ്റെ ഭക്ഷണത്തിന് താമസം വരുത്തിയതിൽ അവൻ ഉഗ്ര രോഷം കൊണ്ട് അലറി. ജീമൂതവാഹനനെ കണ്ട ഉടൻ അവൻ കുമാരനെ തൻ്റെ കൊക്കിനുള്ളിലാക്കിക്കൊണ്ട് ആകാശത്തേക്ക് പറന്നുയർന്നു. മനുഷ്യരക്തം ആകാശത്ത് നിന്ന് പേമാരി പോലെ പെയ്തു. തൽക്ഷണം മിത്രവാസു ആ രംഗത്ത് പാഞ്ഞെത്തി. അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അല്ലയോ പക്ഷിശ്രേഷ്ഠ, അദ്ദേഹത്തെ ഉടൻ മോചിപ്പിക്കുക. അങ്ങയുടെ ഭക്ഷണത്തിന് വിധിക്കപ്പെട്ട ആൾ അദ്ദേഹമല്ല, ഞാനാണ്. ഈ വാക്കുകൾ കേട്ട് സംഭ്രാന്തനായിത്തീരുന്ന ഗരുഡൻ പെട്ടെന്ന് വട്ടമിട്ട് പറന്ന് ഭൂമിയിലെത്തി. അപ്പോഴും അവൻ്റെ കൊക്കുകൾക്കുള്ളിൽ കിടന്ന് പിടഞ്ഞ് രക്തം ചിന്തിയിരുന്ന ജീമൂതവാഹനനെ മിത്രവസു പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഈ പരമദാരുണമായ കാഴ്ച കണ്ട് ഗരുഡൻ ചിന്തിച്ചു, എനിക്കെന്തോ കൊടിയ തെറ്റു പറ്റിപ്പോയിരിക്കുന്നു. ഒന്നുകിൽ ഞാനൊരു ബ്രാഹ്മണനെ കൊന്നു, അല്ലെങ്കിൽ ക്ഷത്രിയനെ. അനന്തരം അർദ്ധപ്രാണനായി കിടക്കുന്ന ജീമൂതവാഹനെ നോക്കി പറഞ്ഞു, അല്ലയോ പുരുഷശ്രേഷ്ഠ, അങ്ങ് എന്തിനു വേണ്ടിയാണ് ഇപ്രകാരം ജീവത്യാഗം ചെയ്യുവാൻ നിശ്ചയിച്ചത്? ജീമൂതവാഹനൻ പ്രതിവചിച്ചു, വൻവൃക്ഷങ്ങൾ കത്തിക്കാളുന്ന സൂര്യതാപം ഏറ്റുകൊണ്ട് നിലകൊള്ളുന്നു. അതേസമയം അവ ക്ഷീണിച്ച് അവശരായി വരുന്ന ബഹുസഹസ്രം പഥികന്മാരെ തണൽ നൽകി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അന്യന് പ്രയോജനം നൽകാൻ സാധ്യമല്ലെങ്കിൽ നമ്മുടെ ഈ നശ്വര ശരീരം കൊണ്ട് എന്ത് പ്രയോജനം? ഒരന്യനു വേണ്ടി ജീവാർപ്പണം ചെയ്യുന്നവൻ സ്വർഗ സാമ്രാജ്യത്തിന് അവകാശിയായി തീരുന്നതാണ്. ഈ വാക്കുകൾ കേട്ട് പക്ഷിരാജൻ അത്യന്തം പ്രസാദിച്ചു. അവൻ പറഞ്ഞു, ലോകത്തിലുള്ള സകല ജനങ്ങളും സ്വാർത്ഥത്തിനു വേണ്ടി ജീവിക്കുന്നു. സ്വാർത്ഥപൂരണത്തിനായി ഏത് ഹീനകൃത്യവും ചെയ്യുന്നു. അന്യനു വേണ്ടി സ്വജീവൻ തന്നെയും സസന്തോഷം ബലികഴിക്കുവാൻ അങ്ങയെപ്പോലെ സന്നദ്ധരായിരിക്കുന്നവർ എത്രയോ അപൂർവം. അനന്തരം അല്പസമയം മൗനം അവലംബിച്ച ശേഷം ഗരുഡൻ പറഞ്ഞു, അങ്ങയുടെ മഹത്തായ ആത്മാർപ്പണ സന്നദ്ധതയിൽ ഞാൻ അതീവ സന്തുഷ്ടനായി തീർന്നിരിക്കുന്നു. ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടുകൊള്ളുക. ജീമൂതവാഹനൻ പ്രതിവചിച്ചു, അല്ലയോ പക്ഷിരാജൻ, എനിക്ക് വേറൊരു വരവും ആവശ്യമില്ല. അങ്ങ് മേലാൽ സർപ്പങ്ങളെ കൊന്നു തിന്നുന്നതല്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം. മുമ്പ് കൊന്നു തിന്നിട്ടുള്ളവരെയെല്ലാം ഉടൻ പുനർജീവിപ്പിക്കുകയും വേണം. ഇത് കേട്ട ഉടൻ ഗരുഡൻ പാതാള ലോകത്ത് നിന്ന് മൃതസഞ്ജീവനീ ജലം കൊണ്ടുവന്ന് താൻ ചിരകാലമായി കൊന്നു ഭക്ഷിച്ചിരുന്ന സർപ്പങ്ങളെ ഒന്നടങ്കം ജീവിപ്പിച്ചു. എന്നേക്കുമായി സർപ്പഭക്ഷണം ഉപേക്ഷിക്കുന്നതായി പ്രതിജ്ഞയും ചെയ്തു. അനന്തരം പക്ഷിരാജൻ പറഞ്ഞു, അല്ലയോ ജീമൂതവാഹനൻ, എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായി നഷ്ടപ്പെട്ട രാജ്യവും രാജപദവിയും അങ്ങയ്ക്ക് വീണ്ടും ലഭിക്കുന്നതാണ്. ഉത്തമയായ പ്രിയപത്നിയോടൊന്നിച്ച് നീതിപൂർവം രാജ്യം ഭരിച്ച് മഹാപ്രതാപശാലിയും യശസ്വിയുമായി നീണാൾ വിജയിച്ചാലും. ഇത്രയും പറഞ്ഞു തീർത്ത ശേഷം വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, അല്ലയോ മഹാപ്രഭു, ഇവരിൽ ആരുടെ മേന്മയാണ് ഏറ്റവും മഹത്തരമായത്? വിക്രമാദിത്യൻ പ്രതിവചിച്ചു, സംശയമെന്ത്? മിത്രാവസുവിൻ്റെ. അദ്ദേഹമല്ലേ സർപ്പവംശത്തിൻ്റെ ജീവൻ പരിപൂർണ നാശത്തിലെന്ന് കണ്ടപ്പോൾ അവരെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വജീവൻ അർപ്പിക്കുവാൻ സന്നദ്ധനായി മുമ്പോട്ട് വന്നത്? അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി സ്വജീവൻ ബലി കഴിക്കുവാൻ സന്നദ്ധനായി മുമ്പോട്ട് വന്ന ജീമൂതവാഹനൻ്റെ കാര്യം? ജീമൂതവാഹനൻ ജന്മന ഒരു ക്ഷത്രിയനായിരുന്നു. ക്ഷത്രിയൻ്റെ ജീവൻ അന്യൻ്റെ ത്രാണനത്തിനു വേണ്ടി ബലിയർപ്പിക്കുവാൻ അവൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അദ്ദേഹം കർത്തവ്യം നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. മിത്രാവസുവിൻ്റെ പ്രവൃത്തിയാവട്ടെ
സമസൃഷ്ടി സ്നേഹത്തിൽ മാത്രം അധിഷ്ഠിതമായ ജീവാർപ്പണ സന്നദ്ധതയും. ഇത് കേട്ട മാത്രയിൽ വേതാളം സ്വയം ബന്ധന വിമുക്തനായി കാട്ടിലേക്കോടി വീണ്ടും മുരുക്കുമരത്തിന്മേൽ തൂങ്ങിക്കിടന്നു. വിക്രമാദിത്യൻ പതിവ് പോലെ അവനെ പിന്തുടർന്ന് ചെന്ന് ബന്ധനസ്ഥനാക്കി തോളിലേറ്റി കൊണ്ടുവരികയും ചെയ്തു. നന്ദി.